ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് വരുണും കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിധി ഹാളിലേക്ക് വരികയാണ്. പുഞ്ചിരിച്ച് രാജീവ് പറയുന്നു, വാ മോളെ, നന്നായി ഉറങ്ങിയോ? നന്നായി ഉറങ്ങി വെച്ചാ നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഹേമേ നിധിക്ക് കോഫി എടുത്തോണ്ട് വാ. ശരി രാജീവ് ഏട്ടാന്ന് പറഞ്ഞ് ഹേമ കോഫി എടുക്കാനായി പോകുമ്പോൾ രാജീവ് പറയുന്നു, മോൾ ഇവിടെ ഇരിക്ക്. തുടർന്ന് ഹേമ കോഫി കൊണ്ട് കൊടുക്കുമ്പോൾ നിധി പറയുകയാണ്, അമ്മ എത്ര മാസമായി അമ്മയുടെ ഈ കോഫി കുടിച്ചിട്ട്, എന്താടി നിനക്ക് ആ വീട്ടിലാരും കോഫി ഉണ്ടാക്കി തരാറില്ലെന്ന് ഹേമ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അങ്ങനെയല്ലമ്മേ പറഞ്ഞു, അവിടെ എല്ലാവരും ടീയാ കുടിക്കുന്നത്, കോഫി ഉണ്ടാക്കാറില്ല. ഹേമ ചോദിക്കുന്നു, അതെന്താ നീ കോഫി ചോദിച്ചാൽ പോലും അവര് നിനക്ക് കോഫി തരില്ലേ? നിധി പറയുന്നു, അങ്ങനെയല്ലമ്മേ, അവിടെ സുഭാഷ് ഏട്ടൻ നന്നായി ചായ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ കോഫി ചോദിച്ചിട്ടേ ഇല്ല. അമ്മയുടെ ഈ കോഫി ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഹേമ ചോദിക്കുന്നു, എടാ അരുണെ, സാന്ദ്ര എവിടെ? സാന്ദ്രയ്ക്കുള്ള കോഫിയും കൂടിയാ ഞാൻ കൊണ്ടുവന്നത്, അവള് കുളിക്കുക, ഇപ്പൊ വരുമെന്ന് അരുൺ പറയും. അവിടെ എഴുന്നേറ്റ് നിധി പറയുകയാണ്, ഇത് ഞാൻ എടുക്കുക, ഇത് നീ തന്നെ കുടിക്കാൻ പോവുകയാണോ എന്ന് ഹേമ ചോദിക്കും. നിധി പറയുകയാണ്, അല്ലമ്മ, സുധീഷ് ഇപ്പൊ എഴുന്നേറ്റ് കാണാം, സുധീഷിന് അടുക്കളയിൽ ചെന്ന് ഞാൻ തന്നെ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, ഈ കോഫി ഞാൻ സുധീഷിന് കൊണ്ട് കൊടുക്കാം, ചൂടാറുന്നതിന് മുമ്പേ പോയി കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് നിധി തന്റെ കോഫി അവിടേക്ക് വെച്ച് സുധീഷിന് വേണ്ടിയുള്ള കോഫി എടുക്കുകയാണ്. കുടിച്ചിട്ട് പൊടിയെന്ന് ഹേമ പറയുമ്പോൾ ഞാൻ ഇപ്പൊ വരാം അമ്മയെന്ന് പറഞ്ഞ് കോഫിയുമായി നിധി സുധീഷിന്റെ അരികിലേക്ക് പോവുകയാണ്. ഹേമ ചോദിക്കുന്നു, രാജീവേട്ട ഇവക്ക് എന്താ ഇത്ര മാറ്റം? അവന്റെ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാണെന്ന് നോക്കിയേ, കോഫി പോലും കുടിക്കാതെ അവന് കോഫിയുമായി ഓടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതെല്ലാം അമ്മയെ പ്രണയമെന്ന് അരുൺ പറയുമ്പോൾ ഹേമ പറയുകയാണ്, ഒരു പ്രണയം? എനിക്ക് അവനെ കാണുന്നത് തന്നെ ദേഷ്യം, അവൻ എന്ത് പറഞ്ഞ് മയക്കിയെടുത്ത് ഇവളെ കല്യാണം കഴിച്ചെന്ന് മനസ്സിലാവുന്നില്ല. തുടർന്ന് സുധീഷ് എഴുന്നേറ്റിരിക്കുമ്പോൾ കോഫിയുമായി അവിടേക്ക് വരികയാണ് നിധി. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, കോഫിയുമായി നിധി തന്നെ വന്നോ? അപ്പോൾ നിധി ചോദിക്കുകയാണ്, പിന്നെന്താ സുധീഷ് തന്നെ പോയി കോഫി ഉണ്ടാക്കാൻ ഇരിക്കുകയായിരുന്നു? സുധീഷ് പറയുന്ന, അങ്ങനെയല്ല, ഞാൻ പുറത്തേക്ക് വരുമ്പോൾ തരുമെന്നാ വിചാരിച്ചത്, ഇങ്ങനെ ബെഡിലേക്ക് തന്നെ ബെഡ് കോഫി വരുമെന്നാ വിചാരിച്ചില്ല. ബ്രഷ് ചെയ്തില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ബ്രഷ് ചെയ്തു, ഷീറ്റൊക്കെ ഞാൻ മടക്കി വെച്ചു, ഞാൻ ഗുഡ് ബോയ് അല്ലേ? നിധി പറയുകയാണ്, ഗുഡ് ഗുഡ്. സുധീഷ് പറയുന്നു, നിധിയും ഗുഡ് ഗേളാ, ഇവിടെ വന്നതിന് ശേഷം ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള പരിഗണനയൊക്കെ തരുന്നുണ്ട് എനിക്ക്. ഇത് കേട്ട് നിധി പറയുകയാണ്, അല്ലെങ്കിലേ ആളുകളോട് മുഴുവൻ പറയുന്നുണ്ട്, ഇനി ലോകം മുഴുവൻ അറിയിക്കണോ ഭാര്യയായിന്ന്? അല്ല, ഭാര്യയല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, മോൻ ഇവിടെ ഞാനിങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടാണോ? ഇത് കേട്ട് സുധീഷിന്റെ മുഖം ആടുമ്പോൾ കോഫി കുടിക്കെന്ന് പറഞ്ഞ് നിധി റൂമിൽ നിന്നും പോവുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നിധിക്ക് നല്ല മാറ്റമുണ്ട്, കോഫിയൊക്കെ കൊണ്ടു തന്നിരിക്കുന്നു, ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്നോട് പ്രണയം ഇല്ലാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? തുടർന്ന് നിധി ഹാളിലേക്ക് വരുമ്പോൾ ഹേമ ചോദിക്കുന്നു, കോഫി കൊണ്ട് കൊടുത്തോടി? പുഞ്ചിരിച്ച് നിധി പറയുകയാണ്, കൊടുത്തമ്മേ, ഇപ്പൊ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നു, അത് ഞാൻ കോഫി കൊണ്ട് കൊടുത്തത്. ഇത് കേട്ട് ഹേമ പറയുകയാണ്, മഹാറാവണിയെ പോലെ ഇവിടെ ജീവിച്ച പെണ്ണ ഇപ്പൊ ഓടി നടന്ന് അവൻ അടിമപ്പണി ചെയ്യുന്നു, അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, നീ ഹാളിലേക്ക് വന്ന ഉടനെ നിനക്ക് ഞാനല്ലടി കോഫി തന്നത്, അതേപോലെ സുധീഷ് വരുമ്പോൾ ഞാൻ സുധീഷിനും കൊടുക്കില്ലേ കോഫി? നീ നിന്റെ കോഫി പോലും കുടിക്കാതെ എന്തിനാ കോഫി എടുത്തോണ്ട് അകത്തേക്ക് ഓടി പോയതോ? നിധി ചോദിക്കുന്നു, അമ്മ അച്ഛനുള്ള സ്ഥലത്തേക്ക് അമ്മ കോഫി കൊണ്ട് കൊടുക്കാറില്ലേ? അച്ഛനും അവനും ഒരുപോലെയാണോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷിന്റെ വീട്ടിൽ എനിക്ക് അത്രയ്ക്ക് പരിഗണന തരുന്നുണ്ട്, എനിക്ക് അവരെ ഒരു കുറവും വരുത്താറില്ല, ഞാനും അതുപോലെ സുധീഷിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇത് കേട്ട് രാജീവ് പറയുകയാണ്, നിധി മോളെ, ഞാൻ പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിക്കണ്ട, നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക, അവിടെ ഉള്ളവരെല്ലാവരും നല്ലവരായിക്കോട്ടെ, എന്നാലും ആ വീട് പഴയതാ, ഒരുവിധ സൗകര്യങ്ങളും ആ വീട്ടിലില്ല. നിന്നെ അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ ചോദിച്ച കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്, എങ്ങനെ മോളെ നീ ആ വീട്ടിൽ കഴിയുന്നത്? ഇത് കേട്ട് നിധി പറയുകയാണ്, വീടെന്ന് പറയുന്നത് വെറും കെട്ടിടമല്ലല്ലോ, അവിടെയുള്ള മനുഷ്യരും കൂടി ഉള്ളതല്ലേ, ഒരു വീടിന് ഭംഗി ഉണ്ടാകുന്നത് അവിടെ കഴിയുന്ന മനുഷ്യരുടെ മനസ്സിന് ഭംഗി ഉണ്ടാകുമ്പോഴാ, അത് അവിടെ ചെന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഓ, ആർക്കിടെക്ട് നിധിയാണോ ഈ സംസാരിക്കുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയുകയാണ്, അല്ല ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാ. അപ്പോൾ ഹേമ പറയുകയാണ്, ഇവളുടെ ഈ മാറ്റം കണ്ട് എനിക്ക് അത്ഭുതം തോന്നുക, നമ്മുടെ വീട്ടിലെ AC ഇല്ലാതെ ഇവൾ ഉറങ്ങില്ലായിരുന്നു, അവിടെ AC ഇല്ലെന്ന് പറയുന്നു, വീട് പഴയതാണെന്ന് പറയുന്നു, ഒരുവിധ സൗകര്യങ്ങളും ഇല്ലാന്നും പറയുന്നു, അതൊന്നും ഒരു കുറവായിട്ട് ഇവള് കാണുന്നതേ ഇല്ല, ഇതെല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ നിധി പറയുകയാണ്, അമ്മ, ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്കും ആ വീട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലമ്മ. തുടർന്ന് സുധീഷ് നിധി വരുമോ എന്ന് നോക്കാന്ന് പറഞ്ഞ് ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. ഞാൻ വരുന്ന സുധീഷേ, അമ്മ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹേമയെ പിടിച്ചു മാറ്റി നിധി അകത്തേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് രാജീവും അരുണും ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, ഇവിടെ എന്തൊരു ഓട്ടോ ഓടുന്നത്? വിളിച്ചായിരുന്നു എന്ന് ചോദിച്ച് നിധി റൂമിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഞാനോ? അതെ അതെ, സുധീഷ് വിളിച്ചോണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് നിധി പറയുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, അതെ ശരിയാ, ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ എന്തിനാ വിളിച്ചത്? എനിക്കൊന്ന് കുളിക്കണം, ബാത്റൂമിൽ ഹീറ്റർ ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. നിധി ചോദിക്കുന്നു, ടവൽ വേണോ? ഉണ്ടെങ്കിൽ താന്ന് സുധീഷ് പറയുമ്പോൾ നിധി ടവൽ എടുത്തു കൊടുക്കുന്നു. ശേഷം സുധീഷ് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പുറത്ത് കാണുമെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, സുധീഷ് ടവൽ തരുന്നു, കോഫി തരുന്നു, ബെഡ്ഷീറ്റ് തരുന്നു, എന്താ ഒരു മാറ്റം. തുടർന്ന് നിധി ഹാളിലേക്ക് വരുമ്പോൾ സാന്ദ്ര നിഹാരികയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട്
സാന്ദ്ര ചോദിക്കുന്നു, എന്താ നിധി ബോറടിക്കുന്നു? എങ്ങനെ ഏട്ടത്തിക്ക് ഇത് മനസ്സിലായെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിന്റെ മുഖം കണ്ടാലേ അറിയാലോ. അപ്പോൾ നിധി പറയുന്നു, ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. അവിടെ എപ്പോഴും നികേഷ് കൂടെ ഉണ്ടാകും, ഞങ്ങള് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കും, അപ്പം ബോറടിക്കില്ല. ഇവിടെ ഇപ്പം ആരും ഇല്ലാത്തതുപോലെ തോന്നുന്നു. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, എന്താ എന്നെ കണ്ടാൽ ഒരാളായിട്ട് തോന്നുന്നില്ല നിനക്ക്? അപ്പോൾ നിധി പറയുകയാണ്, എപ്പോ നോക്കിയാലും ഏട്ടത്തി ബിസിയല്ലേ, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കണം, മോളുടെ കാര്യങ്ങൾ നോക്കണം, അമ്മയെ പാചകത്തിൽ സഹായിക്കണം. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, ശരി ഇന്ന് നിനക്ക് എന്താ വേണ്ടത്? ഇന്ന് മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പുറത്തു പോകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. സത്യമാണോന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, സത്യമാ നിധി? അപ്പോൾ നിധി ചോദിക്കുകയാണ്, മോളെ സ്കൂളിൽ കൊണ്ടുവിടണ്ടേ? അപ്പോൾ സാന്ദ്ര പറയുകയാണ്, അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അമ്മ മോളെ സ്കൂളിൽ കൊണ്ടുവിടും. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, ഞാൻ ഓർത്തു ഈ നാടൊക്കെ ചുറ്റിക്കറങ്ങാൻ പോവാന്ന് നീ പറയുമെന്ന്. ക്ഷേത്രത്തിലേക്ക് പോവാന്നാണോ നീ പറഞ്ഞത്? പുഞ്ചിരിച്ച നിധി പറയുകയാണ്, അതല്ല ഏട്ടത്തി, അവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോയി ശീലമായി, അതാ ക്ഷേത്രത്തിൽ പോകാന്ന് വിചാരിച്ചത്. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, 4 മാസം കൊണ്ട് നീ വേറൊരാളായി മാറിപ്പോയി നിധി, മതി അമ്മന്ന് നിഹാരിക പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിധി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അമ്മയോട് പറഞ്ഞിട്ട് വരാം. അങ്ങനെ സാന്ദ്ര അകത്തേക്ക് പോവുകയാണ്. നിധിയും നിഹാരികയും സംസാരിച്ചിരിക്കുന്നു. തുടർന്ന് ഹേമയുടെ ഒപ്പം ഹാളിലേക്ക് വന്ന സാന്ദ്ര പറയുന്നു, നിധി നമുക്ക് പോകാം. അമ്മ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, ശരി നിധി, കാറിൽ പോയിട്ട് വന്നാൽ മതി. അപ്പോൾ നിധി ചോദിക്കുകയാണ്, കാർ എന്തിനാ അമ്മേ, അടുത്തല്ലേ, നടന്നു പോയിട്ട് വരാം അല്ല ഏട്ടത്തി? പുഞ്ചിരിച്ച് ശരിയെന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, ഏട്ടത്തി വരുന്ന വഴി നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണം. ചിരിച്ചുകൊണ്ട് സാന്ദ്ര പറയുന്നു, കുടിക്കാം, ഞങ്ങൾ പോയിട്ട് വരാമേന്ന് പറഞ്ഞ് സാന്ദ്രയും നിധിയും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി ഹേമ മനസ്സിൽ പറയുകയാണ്, ഇവളിങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് എത്ര നാളായി, ഇനി നീ ഇവിടെ തന്നെ ഉണ്ടാക്കണം നിധി, അതാണ് എന്റെ ഒരേ ഒരു ആഗ്രഹം. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് സൈറ്റിൽ പണിക്കാരോട് ജോലികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം ബയ്യ എവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, ബയ്യ നാട്ടിൽ നിന്ന് വന്നോ? അപ്പോൾ ബയ്യ പറയുകയാണ്, വന്നു സുഭാഷ് ബയ്യ, ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സാ, കഴിച്ചു നോക്ക്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിച്ചു നോക്കി സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ട്, രാവിലെ അല്ലേ നാട്ടിൽ നിന്ന് വന്നത്, ഇന്ന് ജോലിക്ക് വരണ്ടായിരുന്നല്ലോ. ബയ്യ പറയുന്നു, വീട്ടിൽ പോയ ഉടനെ ഇങ്ങോട്ട് വന്നതാ ബയ്യ, ഒരാളെ ബയ്യക്ക് പരിചയപ്പെടുത്താനുണ്ട്. ആരെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ബയ്യ തന്റെ സഹോദരിയെ വിളിക്കുകയാണ്. പുഞ്ചിരിച്ച ബയ്യയുടെ സഹോദരി സുഭാഷിന്റെ അരികിലേക്ക് നടന്നു വരുമ്പോൾ സുഭാഷും പുഞ്ചിരിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരാ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ബയ്യ പറയുകയാണ്, ഇതെന്റെ സഹോദരിയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, നമസ്കാരം, സുഖമാണോ? ബയ്യ പറയുകയാണ്, സുഭാഷ് ബയ്യ, അവൾക്ക് മലയാളം അറിയില്ല, ഹിന്ദി അറിയത്തുള്ളൂ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, മേരാ നാം സുഭാഷ്, കുട്ടിയെ പറ്റി ബയ്യ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇത് കേട്ട് അവൾ സംശയത്തോടു കൂടി ബയ്യയെ നോക്കുമ്പോൾ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ബയ്യ. സുഭാഷ് ചോദിക്കുന്നു, ബയ്യ താമസിക്കുന്ന വീട് വളരെ ചെറുതല്ലേ, സൗകര്യങ്ങൾ കുറവല്ലേ, അവിടെ താമസിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ബയ്യ ഗർ ചോട്ട അതൊക്കെയാണോ? ആ കുട്ടി പറയുന്നു, ടീക്കേ. അപ്പൊ ബയ്യ പറയുകയാണ്, സുഭാഷ് ബയ്യ, ഇവള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞതാ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇവിടെ ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്യുന്നില്ലേ, അതാ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നത്, ജോലി നോക്കണം ഇനി ഇവൾക്ക്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അത് നല്ല കാര്യല്ലേ. അങ്ങനെ സുഭാഷ് മലയാളവും ഹിന്ദിയും കലർന്ന് ആ കുട്ടിയോട് സംസാരിക്കുകയാണ്. ബയ്യയുടെ സഹായത്തോടു കൂടി ആ കുട്ടിയും സുഭാഷിനോട് സംസാരിക്കുന്നു. തുടർന്ന് ബയ്യ പറയുകയാണ്, സുഭാഷ് ബയ്യ, ഞാൻ അനിയത്തിയെ വീട്ടിലാക്കിയിട്ട് വരാം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ശരി ശരി, വീട്ടില് വാതിലടച്ചിരിക്കണമെന്ന് പറയണം, പുതിയ സ്ഥലമായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, എവിടെയും പോകരുതെന്നൊക്കെ പറയണം, ആര് വാതിലിൽ തട്ടിയാലും തുറക്കരുത്, ഡോറ് ഇനി തട്ടിയാൽ നോട്ട് ഓപ്പൺ. ആ കുട്ടി തലയാട്ടിക്കൊണ്ട് പറയുന്നു, ടീക്കേ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു ബയ്യ അനിയത്തിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് അവര് പോകുന്നത് നോക്കി നിൽക്കും. ബയ്യയുടെ ഒപ്പം നടന്നു പോകുന്ന ആ കുട്ടി പുഞ്ചിരിച്ച് സുഭാഷിനെ തിരിഞ്ഞു നോക്കുകയാണ്. സുഭാഷും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നിധി എവിടെ പോയെന്ന് പറഞ്ഞ് സുധീഷ് ഹാളിലേക്ക് വരികയാണ്. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ഹാളിലിരിക്കുന്ന അരുണിനെയും രാജീവിനെയും. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ഓ ഇവരിവിടെ ഇരിപ്പുണ്ടോ? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് നിധി. ആ മെസ്സേജ് എടുത്ത് നോക്കുകയാണ് സുധീഷ്. ഏട്ടത്തെയും ഞാനും കൂടി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്, പറയാൻ മറന്നുപോയി, സോറി, കഷ്ടമായി പോയല്ലോ. ക്ഷേത്രത്തിലേക്ക് പോകാം വാന്ന് പറഞ്ഞ് എന്നെയും കൂടെ വിളിച്ചോണ്ട് പോയാൽ പോരായിരുന്നു, എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയി. ഈ വീട്ടിൽ നിധി ഇല്ലാതെ കഴിയുന്നത് ഭയാനകമാണ്, നിധി വരുന്നത് വരെ റൂമിൽ പോയി മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ സുധീഷ അകത്തേക്ക് പോവുകയാണ്. രാജീവും അരുണും ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഹേമ പറയുന്നു, രാജീവേട്ടാ, ഞാൻ നിഹാരികയെ സ്കൂളിലാക്കിയിട്ട് വരാം. അമ്മ എന്തിനാ പോകുന്നത്? സാന്ദ്രയല്ലേ എപ്പോഴും സ്കൂളിൽ കൊണ്ടുവിടുന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, സാന്ദ്രയും നിധിയും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക, അതുകൊണ്ടാ ഞാൻ പോകുന്നത്. അവര് കാറിലല്ലേ പോയെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അല്ല അടുത്തുള്ള ക്ഷേത്രമല്ലേ, നടന്നു പോയിട്ട് വരാന്ന് നിധി പറഞ്ഞു. ഇത് കേട്ട് രാജീവ് ചോദിക്കുകയാണ്, എന്തിനാ അവര് നടന്നു പോയത്? പുറത്ത് എന്തൊരു വെയിലാന്നറിയുമോ? നമ്മുടെ വീട്ടിൽ കാർ ഇല്ലാത്തത് കൊണ്ടാണോ അവര് നടന്നു പോയത്? അവൾ ഹേമ പറയുകയാണ്, ഞാൻ പറഞ്ഞു രാജീവേട്ടാ, അവള് കേട്ടില്ല, അടുത്തുള്ള ക്ഷേത്രമല്ലേ, ഞങ്ങൾ നടന്നു പോയിട്ട് വരാന്ന് പറഞ്ഞാ അവര് പോയി. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരുൺ പറയുകയാണ്, ആ വീട്ടിൽ അവർക്ക് കാറൊന്നും ഇല്ലായിരുന്നല്ലോ, എവിടെ പോണെങ്കിലും നടന്നു വേണമായിരുന്നു പോകാൻ, ആ ശീലത്തിൽ പോയതായിരിക്കും. ഇത് കേട്ട്
ഹേമ പറയുകയാണ്, അരുണെ നിധി ഇത്തവണ നമ്മുടെ വീട് വിട്ട് ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല. ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുക. അരുൺ പറയുന്നു, അമ്മ വിഷമിക്കണ്ട, നിധി ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. അരുണെ നീ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വാതാ രാജീവ് പറയുമ്പോൾ അരുൺ പറയുകയാണ്, അച്ഛാ എനിക്ക് ജോലിയുണ്ട്. ഇത് കേട്ട് രാജീവ് പറയുന്നു, ശരി ഹേമേ ഡ്രൈവറിനെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അരുൺ പറയുകയാണ്, അച്ഛാ ഡ്രൈവറെ ഞാൻ നമ്മുടെ കടയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, എന്താടാ ഇത്, ഡ്രൈവർ ഇല്ലേ, വീട്ടിലൊരു ഡ്രൈവർ വേണ്ടേ, സ്ത്രീകൾക്ക് പുറത്തൊന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യും അവർ? അപ്പോൾ അരുൺ പറയുന്നു, അച്ഛാ അക്കൗണ്ട്സ് കടയിൽ ഇരിക്കുക, അത് എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. രാജീവ് ചോദിക്കുന്നു, എന്താ അരുണേ ഇത്? അപ്പോൾ ഹേമ പറയുകയാണ്, ഞാൻ ഓട്ടോയിൽ പോയിട്ട് വരാം. ഇത് കേട്ട് രാജീവ് പറയുന്നു, ഓട്ടോ ഒന്നും വേണ്ട, അവര് വേഗത്തിലൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. സുധീഷ് അവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു, നമ്മൾ ഡ്രൈവറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഡ്രൈവർ വന്നല്ലോ, ഹലോ ഡ്രൈവർ തുടങ്ങിയോ എന്ന് ചോദിച്ച് സുധീഷ് തിരികെ രാജീവിനെ നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്